ഓരോ സ്ഥലത്തും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വനമന്ത്രിയുടെ ഒക്കെ പ്രതികരണം വളരെ വേഗത്തിൽ പ്രതിരോധ നടപടികളൊക്കെ എടുക്കുമെന്നാണ്. ഇപ്പോൾ അദ്ദേഹം തന്നെ ഇടയ്ക്ക് പറഞ്ഞ പോലെ ഇത് പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാൻ അല്ലെങ്കിൽ നാളെ മുതൽ കാട്ടാന ആക്രമണം ഉണ്ടാകില്ല എന്ന് പറയാൻ ആർക്കെങ്കിലും ആകുമോ എന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. പക്ഷേ പ്രതിരോധ മാർഗങ്ങൾ മനുഷ്യന് സാധ്യമായ നിലയിലുള്ള കാര്യങ്ങൾ ചെയ്ത ശേഷം വേണ്ടേ നമ്മൾ അത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ. ഇപ്പോൾ ഇവിടെ ഹാർലം ഫാമിൽ ആനമതിൽ നിർമ്മാണമാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാ മനുഷ്യർ താമസിക്കുന്ന ഇടമെങ്കിലും അത്ര ഒരു ചെറിയ ഏരിയ ആണല്ലോ, അത്രയും ഭാഗമെങ്കിലും സുരക്ഷിതമാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വമില്ല. അതുപോലും ചെയ്യാതെ പിന്നെ ആരെയാണ് ഇനി, അല്ലെങ്കിൽ ആരോടാണ് പാവം ജനങ്ങൾ സഹായം തേടുക? അതായത് ഇത് ഒരു തവണയാണ് ഇത്തരം ഒരു സംഭവം, ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ ആ പ്രദേശത്ത് അങ്ങനെ പതിവായി ആണ് ഇറങ്ങാത്തൊരു മേഖലയിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നതെങ്കിൽ അത് ഒരുപക്ഷെ അങ്ങനെയൊക്കെ അതിന് ന്യായീകരിക്കാം. പക്ഷെ ഇതല്ല, ഇത്രയധികം പേർ കൊല്ലപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പോൾ ഇത്രയധികം പേർ കൊല്ലപ്പെട്ട സ്ഥലത്ത് ഇത്രയും കാലമായി ഇത്രയും വൈകുന്നു അവിടുത്തെ പ്രതിരോധ മാർഗങ്ങൾ പൂർത്തിയാക്കാൻ എന്നതാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ ഇതിനെ ന്യായീകരിക്കാൻ കഴിയില്ല എന്നതാണ്. കാരണം ഇത് ഇന്നോ ഇന്നലെയോ സംഭവിക്കുന്നതല്ല. വളരെ പ്രതിഷേധം ആ ഭാഗത്തെ, പ്രത്യേകിച്ച് നാളത്തെ ആദിവാസികളുടെ ഭാഗത്തു നിന്നും വളരെ നാളുകൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന ഒന്നാണ്. പക്ഷെ എന്നിട്ടും ഇതിൽ ഈ ആനമതിൽ പൂർണ്ണമായും നിർമ്മിക്കാനോ അത് പൂർത്തിയാക്കാനോ കഴിഞ്ഞില്ല എന്നതാണ്. അതുതന്നെയാണ് ഇപ്പോൾ ഇത്തരം ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്നാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് ജനവാസ മേഖലയിലാണ്, ആളുകൾ താമസിക്കുന്ന ഇടത്തോട് ചേർന്ന അവരുടെ കൃഷിയിടത്തിലാണ്. അവിടെ ഈ കശുവണ്ടി ശേഖരിക്കാൻ പോയ സമയത്താണ് ഇത്തരം ഒരു സംഭവം നടന്നിരിക്കുന്നത്. സ്വാഭാവികമായും വീട്ടുമുറ്റത്തേക്കും കൃഷിയിടത്തേക്കും ഒക്കെ വന്ന് ആനകൾ ആക്രമിക്കുകയും ഈ കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് പതിവാകുന്ന ഒരിടത്ത് ഇത്തരം ന്യായീകരണങ്ങളൊന്നും വിലപ്പോയില്ല എന്ന് നമുക്കറിയാം. ഏതായാലും ഈ ആളുകൾ വളരെ നേരത്തെ അല്ലെങ്കിൽ വർഷങ്ങളായി ഉന്നയിക്കുന്ന ഒരു ആവശ്യമാണ് എത്രയും വേഗം ഇതൊക്കെ തന്നെ പരിഹരിക്കണമെന്ന്. പക്ഷെ അതിൽ കൃത്യമായ ഒരു ഇടപെടലും ഉണ്ടാവില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത. അതായത് ശക്തമായ പ്രതിഷേധം ആളത്തെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. എത്രയും വേഗം ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകണം എന്നതാണ് അവരുടെ ആവശ്യം. അതിലും ഇപ്പോഴും ജനങ്ങളുടെ പ്രതിഷേധവും രോഷവും ഉണ്ടാകുന്നുണ്ട് എന്നതാണ്. ഈ പറയുന്ന രീതിയിൽ നേരത്തെ പലപ്പോഴായി കാട്ടാൻ ആക്രമിക്കുന്ന ഇടങ്ങൾ അത് പക്ഷെ എപ്പോഴും ആ ഇറങ്ങുന്ന സ്ഥലമായിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ കാടിനോട് ചേർന്ന സ്ഥലത്തായിരിക്കും ഒരു പക്ഷേ ഇത്തരം സംഭവം നടക്കുക. ഇതങ്ങനെയല്ല. ആ വീടിന് മുറ്റത്ത് കൃഷിയിടത്തേക്കൊക്കെ സ്ഥിരമായി ആനകൾ ഇറങ്ങുന്ന ഒരു മേഖല, അങ്ങനെ ഒരു മേഖലയിൽ ഇത്തരം ഒരു സംഭവം നടക്കുമ്പോൾ അത് നേരത്തെ അല്ലെങ്കിൽ വളരെ കാലം മുമ്പേ ഇതൊക്കെ തന്നെ പരിഹരിക്കേണ്ടതായിരുന്നു എന്നതാണ്. പക്ഷേ അത്തരം ഒരു ഇടപെടൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നതാണ് ഇന്നത്തെ സംഭവം തെളിയിക്കുന്നത്. ഏതായാലും എത്രയും വേഗം അതിനൊരു പ്രശ്ന പരിഹാരവും ഒക്കെ ഉണ്ടാകേണ്ടതാണ്. ജനങ്ങളുടെ പ്രതിഷേധം അതിശക്തമായി ഉയരുമെന്ന് ഉറപ്പാണ്. ഇത്തരം ഒരു സന്ദർഭത്തിൽ പ്രത്യേകിച്ചും തുടർച്ചയായി നമ്മുടെ നാട്ടിൽ അടുത്തിടെയായി വളരെയധികം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പലയിടങ്ങളിലായി നമ്മൾ ഈ അടുത്തിടെ കേട്ടതാണ്. ഇതിപ്പോൾ 2 മരണമാണ് ഒരു സ്ഥലത്ത് ഒരേ സമയം സംഭവിച്ചിരിക്കുന്നത്. അത് കാട്ടിലല്ല, ജനവാസ മേഖലയിൽ സ്ഥിരമായി ഇവിടെ ആന ഇറങ്ങുന്നു എന്ന പരാതി അവർക്കുണ്ട്. അത് പരിഹരിക്കാൻ വനംവകുപ്പ് ഇടപെടുന്നില്ല എന്ന ആക്ഷേപവും ആരോപണവും അവരുടെ ഭാഗത്തുനിന്ന് ഉയർന്നിട്ടും ഇതിന്റെ അകത്തൊരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. അതിന്റെ ഭാഗമായി കൂടിയാണ് 2 ജീവനുകൾ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നതാണ്.